ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാലുള്ള കൺസെപ്റ്റ് വീട് എന്നുള്ള കൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ക്ഷേത്രത്തിന് ഒന്നും വേണ്ട. ഈ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുഭാഗം. ഈ നടുഭാഗം ഗൃഹസ്ഥാശ്രമിയുടെ വീടാണെങ്കിൽ, അതായത് വീടിനാണെങ്കിൽ അത് ഒഴിഞ്ഞിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് 4 കെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുമുറ്റം ഒഴിച്ചു വിടുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഊർജം എന്ന് പറയുന്നത് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. പറഞ്ഞതിനെ കൊണ്ട് ഇനി പ്രശ്നം, അതായത് വലംപിരി ശംഖ് കേട്ടിട്ടുണ്ടാവും. വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് അതിന് വലിയ സാറേ വലംപിരി ശംഖ് വാസ്തുഭാരതിയിലേക്ക് വലിച്ചിരിക്കും, അവിടെ വലംപിരി ശംഖ് ഉണ്ടാവും. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഊർജം നൽകുന്നുണ്ടെങ്കിൽ ഊർജത്തെ വലിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ്? അത് 2 തരത്തിലാണ്. ഒന്ന് നമ്മൾ പണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ നമ്മൾ പണ്ടൊരു രാവിലെ തന്നെ എണീച്ചു കുളിച്ചു ഭസ്മം തൊട്ടു രാമരാമ ചൊല്ലി അങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 11:30 ആവും എണീച്ച് വരാൻ തന്നെ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഏട്ടനും അനിയനും തമ്മിൽ പ്രശ്നമാവും, തമ്മിലിതാ. അപ്പൊ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഇത് വാസ്തുവാണത്. അപ്പൊ കറക്റ്റായിട്ടൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞോ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മാറി കിട്ടും. അത് മാത്രമല്ല സമൃദ്ധി ഉണ്ടാവും അവിടെ. അപ്പോൾ പറയണത് ഈ നെഗറ്റീവ് ഊർജം എന്ന് പറയുന്നത് ഒന്ന് വീടിൻ്റെ തന്നെ പ്ലേസ്മെന്റ് ആണ്. സർ, ഈ ക്ഷേത്രങ്ങൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നിർമ്മിച്ചപ്പോൾ അവരന്നുണ്ടാക്കിയ ആ സ്ട്രക്ചർ, അതിൻ്റെ ഒരു എനർജി ബേസ് ഇന്നുണ്ടാകുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനോ പഠിക്കാനോ പോലും കഴിയാത്ത രീതിയിൽ അത്രയും ബൃഹത്തായ ഒന്നാണ്. ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നതും വേറൊരു തലത്തിലാണ്. യഥാർത്ഥത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും ചില റൂമുകളിലേക്ക് കയറുമ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. ചിലർ പറയും ചില സാധനങ്ങൾ അവിടെ വെക്കുന്നുണ്ട്, ചില മെറ്റീരിയൽസ്, ചില സ്ട്രക്ചറുകൾ വീട്ടിലുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ റൂമിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ചിലർ പൊട്ടിയ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. അതേപോലെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും, ഒരു ചെറിയ സ്ട്രക്ചർ പോലും ആ വീടിനെ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ എനർജിയെ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? ഇവിടെ 2 സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്. ഒന്ന് ക്ഷേത്രം, 2 വീട്. അതെ. മൂന്നാമത്തെ നെഗറ്റീവ് പോസിറ്റീവ് എനർജി. ഓക്കെ, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാലുള്ള കൺസെപ്റ്റ് വീട് എന്നുള്ള കൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ക്ഷേത്രത്തിന് ഒന്നും വേണ്ട. അതിൻ്റെ സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ ഇതാണ്. നമ്മളിപ്പോൾ ഒരു നടുക്കിലുള്ള റൂമുണ്ട്, അതിലൊരു വിഗ്രഹം ഉണ്ടാവും. എന്നിട്ട് എന്താ അതിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിലടച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യാണ്. ഊർജ്ജത്തിനെ കംപ്രസ് ചെയ്തിട്ട് വാതിൽ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് ആ ഊർജ്ജം മുന്നോട്ട് പോകും. അത് അവിടെ തൊഴുന്നവർക്കും ആ നാടിന് മുഴുവൻ ഊർജ്ജം കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് വീട് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മാറി. വീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് വരണം എന്നാ, അപ്പം ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളതിലാണത്. ക്ഷേത്രം എന്നുള്ളത് കൊടുക്കണം എന്നാണെങ്കിൽ വീട് എന്നുള്ളതിൻ്റെ വാസ്തു എങ്ങനെ നേടിയെടുക്കാം. ഈ ഇതിനകത്ത് വരുന്ന കോമൺ ആയിട്ടൊരു സാധനം എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറുകളാണ്. അവിടെ വെക്കുന്ന ഓരോ സ്ട്രക്ചറുകൾക്കും എനർജി പോയിന്റുകളുണ്ട്, എനർജി ബാലൻസിങ് ഉണ്ട്. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ്? അത് ആദ്യം പറയുകയാണെങ്കിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയും. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുഭാഗം. ഏകാശിതിപത വാസ്തു പുരുഷമണ്ഡലം എന്ന് പറയും. സാധാരണ അതാണ് 81 കളങ്ങളായിട്ടുള്ള. അപ്പൊ അതിൽ നടുക്ക് വരുന്ന 9 കളാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുക. അപ്പൊ ഈ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുഭാഗം. അപ്പൊ ഈ നടുഭാഗം ഗൃഹസ്ഥാശ്രമിയുടെ വീടാണെങ്കിൽ, അതായത് വീടിനാണെങ്കിൽ അത് ഒഴിഞ്ഞിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് 4 കെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുമുറ്റം ഒഴിച്ചു വിടുന്നത്. അവിടെ ഫ്രീ ആയിരിക്കുക. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി, ബ്രഹ്മാവ്, അതായത് അത് ഉണരും. നേരെ മറിച്ച് ക്ഷേത്രത്തിന്റെ വാസ്തുവിലാണെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മസ്ഥാനത്താണ് എന്ത് വരിക, വിഗ്രഹവും ഉള്ള ലോഡ് മുഴുവൻ വരിക. അതായത് പ്രധാന ശ്രീകോവിലും ഒക്കെ വരിക ഈ ബ്രഹ്മസ്ഥാനത്താണ്. അതായത് ലോഡഡ് ആവും. അപ്പൊ രണ്ടും എൻറ്റയർലി ഓപ്പോസിറ്റാണ് വരുന്നത്. ഒന്നിൽ ലോഡഡ് ആവും, മറ്റതിൽ ആകാശതത്വം കൂടുക. അപ്പൊ ഇതിൽ രണ്ടിലുള്ള എനർജിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിലനിർത്തിയിട്ട് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ്, മറ്റേത് ഇതിനൊന്നും വേണ്ട പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാനാണ്. അപ്പൊ അതില് ഇപ്പം അതുകൊണ്ട് തന്നെ വീടിലാണെങ്കിൽ ഒരിക്കലും ബ്രഹ്മസ്ഥാനം ലോഡ് ചെയ്യരുതെന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആ ഗൃഹാധിപന് പല അസുഖങ്ങൾ വരലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹൃദയത്തിനടക്കം പ്രോബ്ലം വരും. അതായത് നടുഭാഗത്ത് ഇപ്പോൾ സ്റ്റെയർ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം സെൻട്രൽ പോർഷൻ ലോഡഡ് ആകരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ 4 കെട്ടാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണ് തൊട്ടിക്കെട്ട് വീട് എന്ന് പറയും. തൊട്ടിക്കെട്ട് വീട് എന്ന് പറഞ്ഞാൽ നടുതായിട്ട് ഉള്ളൊരു വീടുണ്ട്. അതേ സാധനം തന്നെ ഇപ്പോൾ രാജസ്ഥാനിലാണ് ഹവേലി എന്ന് പറയും. ഇതൊക്കെ നടുമുറ്റം ഒഴിവായിരിക്കും. നേരെ പക്ഷേ ക്ഷേത്ര കൺസെപ്റ്റിൽ അങ്ങനെയല്ല. ക്ഷേത്ര കൺസെപ്റ്റിൽ സെൻട്രൽ ലോഡഡ് ആയിരിക്കും. അവിടെ ആയിരിക്കും ശ്രീകോവിൽ വരിക,
അവിടെയാണ് ഭഗവാൻ വരിക, പിന്നെ ഭഗവാൻ ആരാധിക്കുന്ന സിസ്റ്റം വരിക, അതൊക്കെയാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മളെ വീട്ടിൻ്റെ കൺസെപ്റ്റിലാണെങ്കിൽ ഈ നടു എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ശൂന്യമായിരിക്കേണ്ടത്. അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം, അതായത് അധിപൻ കിടന്നുറങ്ങേണ്ടത്. ഇങ്ങനെ ഓരോന്നിനും ഓരോന്നാണ്. തെക്ക് കിഴക്കിൽ അഗ്നിയിൽ അടുക്കള വന്ന് അങ്ങനെ ഓരോ ഫംഗ്ഷനായിട്ട് ഓരോ സ്ഥലമാണ്. അങ്ങനെയായിട്ടാ ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രം എന്നാ പറയുക. അതിൽ ക്ഷയത്തിൽ നിന്ന് ത്രാടനം ചെയ്യിക്കുക, ഉയർത്തുന്നതാണ് ക്ഷേത്രം. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ താളവും പ്രപഞ്ചത്തിൻ്റെ താളവും വേറെ ചെയ്യുന്ന, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് നമുക്ക് റേഞ്ച് കിട്ടണില്ല എന്ന്. അപ്പോൾ റേഞ്ച് കിട്ടാണ്ട് വരുമ്പോൾ എന്താണോ ഏതെങ്കിലും ഒരു ടവറിൻ്റെ അടുത്തേക്ക് പോകണം. ഇങ്ങനെ ഒരു ടവറാണ് ക്ഷേത്രം. അപ്പോൾ നമ്മളൊരു മൈൻഡ് സെറ്റിൽ കൂടിയും പ്രശ്നത്തിലായിരിക്കും, അതിലായി വന്ന് അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പം തന്നെ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണെന്ന് അറിയാം. പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത് ദർശനത്തിനായിട്ടാണ്. അതായത് ദേവൻ നിങ്ങളെ വന്നിട്ട് ഇവിടെ ഒന്നും കാണൂല, ദേവൻ അവിടെയുണ്ട്, ഞാൻ പോയി കണ്ടിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ജീവിതത്തിൽ വെറും ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രശ്നമൊക്കെയാണ്. ഇവിടെ എല്ലാം സർവ്വാഭരണങ്ങളൊക്കെ വിഭൂഷിതായിട്ട് സമൃദ്ധി കാണുക. ഈ സമൃദ്ധി കാണാനാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നു, വാവോ, പിന്നെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അവിടുത്തെ ആ എനർജി ഇതായി ആ ഒരു സമൃദ്ധി. അല്ലാണ്ട് സാധാരണ പണ്ട് കാലത്താണ് കോരൻ്റെ കുമ്പിളിൽ കഞ്ഞി തന്നെ എന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അവന് സമൃദ്ധി കാണുന്നില്ല. ഇത് ആയിട്ട് നമ്മളെ ഒരു ഈ നേരത്തെ പറഞ്ഞ അഗ്നിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ജ്യോതിഷത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ സ്ഥാനം. അപ്പം കണ്ണാണ് അഗ്നി തത്വം. അതാണ് അതിൻ്റെ ദർശനം കിട്ടുക. ഈ കണ്ണിൽ ഈ കാഴ്ചകൾ വന്ന് നിറയുമ്പോഴാണ് നമ്മളിൽ ജീവിത നിലപാടൊക്കെ മാറുക. ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ നമ്മളവിടെ ടി വി വരുന്നു. ടി വി വന്ന് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ച സമയമുണ്ട്, 1984 കാലഘട്ടത്തിലാണ് ടി വി ഏറ്റവും കൂടുതൽ ഇതായത്. ജനിക്കുന്നതിന് മുന്നേ അതാണ്, അപ്പോഴാണ് ഏറ്റവും ഇതായത്. അപ്പം അതിൻ്റെ മുന്നേ ശാരദ ഇരുന്ന് കരിയിലായിരുന്നു. എല്ലാ ഇതും എന്താ പറയുക, നസീറിൻ്റെ ഇതായാലും ഒക്കെ കഷ്ടപ്പാടും ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ടി വി വന്നതോടുകൂടെ ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഒരു ഓലപ്പുരയൊക്കെ തന്നെയാണ് കേരളത്തിൽ. അല്ല, അത് മാറി വ്യത്യസ്തമായിട്ടുള്ളതുമാണ്, മാളികകൾ കാണാൻ തുടങ്ങി. ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. അപ്പം ഈ ദൃശ്യമാണ് അഗ്നി. ഈ ഇത് കാണുന്നതോടുകൂടിയാണ് ബെറ്റർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടായിട്ട് നമ്മളെ വീടിൻ്റെ സങ്കല്പം തന്നെ മാറി. ഇപ്പോൾ കുറേയും കൂടി നമുക്ക് മൊബൈൽ വന്നു, ഇൻ്റർനെറ്റ് വന്നു, അപ്പോഴത്തേക്ക് പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ്, നമ്മൾ ചോയ്സ് കാണുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നതിൽ പുരാതനമായിട്ടുള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാലും, ഈ പുരാതനം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ വലിയൊരു പ്രശ്നക്കാരനായിട്ടോ. പുരാതനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാം, പഴയകാല, പ്രാചീന, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. പുരം എന്ന് പറഞ്ഞാൽ പട്ടണം, ആയണം എന്ന് പറഞ്ഞത് പുതിയതായി വന്നതെന്നാണ്. പുരാണം എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ പുതിയതായി വന്നത്. അതായത് ഈ മഹാഭാരതം പറയാണ്, രാമായണം പറയാണ്, ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും അതൊരു പുതുമയാണ്. ഏറ്റവും കൂടുതൽ വീണ്ടും 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 ചെയ്യപ്പെട്ട സീരിയൽ ഏതാണ്? രാമായണ. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ എവർ ന്യൂ എന്നാണ് പുരാണം എന്ന് പറഞ്ഞ അർത്ഥം. പുരം എന്ന് പറഞ്ഞാൽ പട്ടണം, ആയണമായത്, ന്യൂ ഇൻ ടൗൺ, ഇതാണ് പുരാണം. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താ പുരാണം പറയാന്ന് പറയുമ്പോൾ പഴയത് പറയാന്ന്. പഴയതല്ല, എപ്പോഴും പുരത്തിൽ, പട്ടണത്തിൽ പുതിയതായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പുരാണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുക, പഴയതെന്ന് പറയുക. പക്ഷേ അല്ല, അന്നാണെങ്കിലും ഇന്നായാലും അതേ തേജസ്സോട് കൂടി നിൽക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ മുഹമ്മദ് ഗോറിയും ഒക്കെ വന്നിട്ട് ആക്രമിച്ചിട്ട് തകർത്തത് കൊണ്ടാണ് പ്രശ്നം വന്നത്. ഇല്ല എങ്കിൽ ഇതൊക്കെ നല്ലതായിട്ട് തന്നെ. ഇപ്പോൾ തഞ്ചാവൂരുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും തന്നെയാണ്. ബൃഹദീശ്വര ക്ഷേത്രമൊക്കെ വല്ലാത്തൊരു അത്ഭുതങ്ങളാണ്. നമ്മൾ ഈ പറയണതും ടി വിയിൽ കാണുന്നതും ഇതൊന്നുമല്ല. ഒരു ദിവസം അതിൻ്റെ മുന്നിൽ പോയി നിന്ന് നോക്കണോ, അപ്പോഴാണ് വാവുന്നാകുക. നമ്മൾ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇവിടെയൊക്കെ കുറേ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് ജനങ്ങൾക്കും ആ നാട്ടിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷെ നമ്മൾ വീട്ടിൻ്റെതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരനും എനിക്ക് നന്നാവണം, എനിക്ക് വേണം എന്നുള്ള ഒരു ഇതിലാണ്, സെൽഫ് എന്നുള്ളതിലാണ്. മറ്റേത് പ്രപഞ്ചബോധത്തിലേക്കാണ്. അതിൽ ഇനി വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് പറയും. ഒന്ന് പറയും സൂക്ഷ്മം എന്ന് പറയും, രണ്ട് സ്ഥൂലം എന്ന് പറയും. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് ജീവാംശം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണ് പറയാം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന് ഈ സൂക്ഷ്മമായിട്ടുള്ളതാണ് നമ്മൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുക.
അപ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ളത് വർക്ക് ചെയ്യാനുള്ള കണ്ടെയ്നറാണ് എന്ത്, സ്ഥൂലമായിട്ടുള്ള ശരീരവും ക്ഷേത്രവും ഒക്കെ, നമ്മളെ വീടും ഒക്കെ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു വീട്, ഇതൊക്കെ തൊടാൻ പറ്റും, ഇതൊക്കെയാവും. അപ്പോൾ അതിൽ നമ്മൾ സ്ഥൂലമായിട്ട് തന്നെയാണ്, അതായത് തൊടാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫങ്ഷൻ. നേരെ മറിച്ച് ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൂക്ഷ്മാംശ, അതായത് എനർജി എന്നുള്ള ലെവലില്ല. അപ്പോൾ ഒരാൾ പോയി കാണുന്നു, അപ്പോൾ അയാളെ കണ്ണിനേക്ക് ആ എനർജി വന്നു, സമൃദ്ധി വന്നു, പിന്നെ അവിടുന്ന് ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തോ ചെവിടും സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ആ ഒരു ഇന്ദ്രിയവും ആ സമൃദ്ധിയിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് നല്ല മണം ഉണ്ടാവും, ചന്ദനത്തിരിൻ്റെ ഒക്കെ. അപ്പം മൂക്കും സാറ്റിസ്ഫൈ ആയി. അപ്പോൾ അതിനൊരു സമൃദ്ധി വന്നു. പിന്നെ അവിടുന്ന് ഒരു പുണ്യമുള്ളതൊക്കെ തരും, അപ്പോൾ ഒന്ന് കുടിക്കുക. അപ്പോൾ എന്താ നമ്മളെ നാവുമായി, അവിടെ സ്പർശനം വന്നു. ഇങ്ങനെ പഞ്ച ഇന്ദ്രിയങ്ങളെയും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്ഷേത്രത്തിന്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ചില സാധനങ്ങൾ കൊണ്ടുവെക്കാറുണ്ട്. ഇപ്പം ഒന്ന് വിഗ്രഹം തന്നെ, കണ്ണാടി വിഗ്രഹങ്ങൾ വെക്കാറുണ്ട്, അതേപോലെ തന്നെ കണ്ണാടികൾ വെക്കാറുണ്ട്, മഞ്ചാടിക്കുരുകൾ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സാളഗ്രാമം പോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിന് തന്നെ മുകളിലാണെങ്കിൽ പോലും പ്രത്യേക കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, പഞ്ചലോഹങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിലേക്കും കൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ എനർജി? വെരി ഗുഡ്, നല്ല പോയിന്റാണ് അത് പറഞ്ഞത്. അതാണ് റെമഡിയൽ വാസ്തുവിൽ ഉപയോഗിക്കുക. നമ്മളെ കേരളത്തിൽ ഈ ചുറ്റളവ് നോക്കൽ മാത്രമാണ് വാസ്തു എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞ മാതിരത്തെ ഒരു സബ്ജക്റ്റ് കേരളത്തിലേക്ക് എത്താഞ്ഞത്. ഇതെന്താണെന്ന് വെച്ചാൽ ഊർജം എന്ന് പറയുന്നത് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്രോതസ്സുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇത് പറഞ്ഞതിനെ കൊണ്ട് ഇനി പ്രശ്നം, അതായത് വലംപിരി ശംഖ് കേട്ടിട്ടുണ്ടാവും. വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് അതിന് വലിയ സാറേ വലംപിരി ശംഖ് ഇനി വാസ്തുഭാരതിയിലേക്ക് വലിച്ചിട്ട് ചോദിക്കാം അവിടെ വലംപിരി ശംഖ് ഉണ്ടോ അല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്ലോക്ക് വൈസ് ആയിട്ട് എനർജി പ്രവാഹം. അപ്പം വലംപിരി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ട് എനർജി ഫ്ലോ ഉള്ള ശംഖ് എന്നാണ്. അപ്പം അങ്ങനെ ഒരു സാധനം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാത്തിൻ്റെ ഊർജ്ജത്തിന് എന്താകും, ഈ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഊർജ്ജം ബാധിക്കും. ഇതാണ് ഓരോ സാധനം കൊണ്ട് വെക്കുന്നത്. അപ്പം ക്ഷേത്രത്തിലുള്ള ഇതെന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മെഷീനാണത്. ഇപ്പോൾ സാളഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ ഫോസിലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതായത് അതിലൊരു എനർജി കണ്ടന്റ് ഉണ്ട്. ഇപ്പം നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയ സാളഗ്രാമം കൊണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഊർജം തരും. അപ്പോൾ വീട്ടിലും അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സ് തന്നെ ഉണ്ട്, അതിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റാണ് പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ അഗ്നി ഇല്ല, ഇപ്പം നമ്മളെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ ഒരു അഗ്നി കൊണ്ടുള്ള അടുക്കളയില്ല, അതായത് അഗ്നി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ടതൊന്നും കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലോ, അഗ്നി വന്നു. ഇങ്ങനെ നമുക്ക് അതിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ക്ഷേത്രത്തിലുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കാം, എന്തുപയോഗിക്കാം. അതായത് ഉദ്ദേശം എത്രയേ ഉള്ളൂ, സമൃദ്ധിയിൽ ജീവിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ വീട്ടിൽ സമൃദ്ധി ഇല്ല, അത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഊർജം നൽകുന്നുണ്ടെങ്കിൽ ഊർജത്തെ വലിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മൾ പണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ നമ്മൾ പണ്ടൊരു രാവിലെ തന്നെ എണീച്ചു കുളിച്ചു ഭസ്മം തൊട്ടു രാമരാമ ചൊല്ലി അങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 11:30 എണീച്ച് വരാൻ തന്നെ. ഇന്ന് സൂര്യൻ എവിടെ ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ആൻസർ ഇല്ല, കാരണം സൂര്യൻ ഉദിക്കുന്ന വരെ കണ്ടിട്ടില്ല. 11 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കുമല്ലോ അല്ല പറയാ. അപ്പൊ ഇതിൽ എന്തുകൊണ്ടാണ് വെച്ചാൽ ആ ജീവിതശൈലി മാറിയപ്പോൾ അതിനനുസരിച്ചിട്ട് നെഗറ്റിവിറ്റി ഇതായി. അതായത് ശരിക്കും നമ്മൾ ആയുർവേദ വിധി പ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ 6 മണീൻ്റെ മുന്നേ ഭക്ഷണം കഴിച്ച് ഒരു മാക്സിമം ഒരു 8 മണി 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കിടന്നുറങ്ങിക്കൊള്ളുന്ന. പണ്ട് പിന്നെ ചെമ്മിണി വിളക്കൊക്കെയാണ്, ഒന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പം 1:30-2 മണിയാവും ഉറങ്ങാൻ. അത്രയും നേരം നമ്മളിങ്ങനെ തോണ്ടിയിരിക്കും. അബദ്ധത്തിൽ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഒക്കെ മറന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ ഈ കണ്ണിലേക്ക് ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ണിൻ്റെ ഇത് പകലാ, അതുകൊണ്ട് തന്നെ ഉറക്കം വരില്ല അല്ല പറയാ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ശൈലി മാറിയത് കൊണ്ട് എനർജി ലെവലിൽ അത് ഡൗൺ ആയി. കാരണം ഇതിന്റെ ഒരു ബയോളജിക്കൽ റിത്തം മാറി. നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ രസകരമാണ് കേട്ടോ അത്. അതായത് 12 മണിക്കൂർ അങ്ങനെയാണ്. ദ്വാദശ അവയവ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തം തന്നെയുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അവയവത്തിൻ്റെ ഫങ്ഷൻ മാറും. ഇപ്പോൾ ശ്വാസം മുട്ടുള്ള ആളുകൾ 3 മണിക്ക് പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് ഇങ്ങനെ വലിവ് കൂടും, ചുമയ്ക്കുകയൊക്കെ ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 മണി മുതൽക്കാണ് നമ്മളെ ചെസ്റ്റ് റീജിയൻ ഫങ്ഷനാണ്.
അതേപോലെ നമ്മളെ ശരീരത്തിൻ്റെ എന്താ പറയുക മെയിൻ്റനൻസ് സിസ്റ്റം, അതായത് എന്തെങ്കിലുമൊക്കെ അററക്കുററ പണികൾ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നത്, ആ സിസ്റ്റം വർക്കൗട്ടാണ് 10 മണീൻ്റെയും 12 മണീൻ്റെയും ഇടയിലാണ്. ഇത് കാരണമാണ് പണ്ടുള്ളവർ 10 മണീൻ്റെ മുന്നേ ഉറങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ 10 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തായി, ബാക്കി ബാഹ്യ ഇതൊന്നുമില്ല. അപ്പോൾ ഇതിനെ റിപ്പയറിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇത് വാസ്തുവായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, വാസ്തു എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സബ്ജക്റ്റ് അല്ല കേട്ടോ. സമൃദ്ധിയിൽ ജീവിക്കുക എന്നാണ്. അപ്പോൾ സമൃദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവണം, അതൊരു സമൃദ്ധിയാണ്. ആ കൂടി പറയുകയാണെങ്കിൽ 4 കാര്യം മസ്റ്റാണ്. അതായത് 1, നല്ല ആരോഗ്യവാനായിക്കോളണം, നല്ല എനർജറ്റിക് ആണോ. ആരോഗ്യമില്ലെങ്കിൽ പോയി പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, ആരും വിലയും വെക്കൂല, ഒന്നും ഉണ്ടായില്ല. ഹെൽത്ത് ഈസ് ലോസ്റ്റ്, എന്താ പറയുക, സംതിങ് ഈസ് ലോസ്റ്റ്, ശരിക്കും ലോസ്റ്റ് തന്നെയാണ്. ഇപ്പം രണ്ടാമത് പറയുന്നതാണ് മണി, ധനം ഉണ്ടാകുക. ധനം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു അഗ്നി വേണം, പിന്നെ നമുക്ക് യൂണിവേഴ്സിലേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് തിരിച്ചിട്ട് റിയാക്ഷനായിട്ട് ധനം വരിക. ഇപ്പം നിശാന്ത് തോപ്പിൽ എന്ന് പറഞ്ഞ ആളെ എല്ലാവരും വീട്ടിലേക്ക് വിളിക്കും, ഇയാളോടുള്ള ഇഷ്ടം കൊണ്ടാ, അതുകൊണ്ടൊന്നുമില്ല, ഇയാൾക്ക് വാസ്തു അറിയാം, അതുകൊണ്ട് ഇയാളെ വിളിക്കുന്നു. ഇതേപോലെ എല്ലാവരും എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. അപ്പം ധനം ഉണ്ടാകണം. അപ്പോൾ ഈ ധനം എന്ന് പറയുന്നതാണ്, ലക്ഷ്മി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഊർജം. ഈ ഊർജം ഉണ്ടോ നമുക്ക് ബാക്കി എല്ലാ ഊർജത്തിനെയും നമുക്ക് ഇതാകാം. ഇവൻ ഗുരുക്കന്മാർ വരെ നമ്മളെടുത്തെത്തുന്ന അല്ല പറയണം. അപ്പം ഈ ലക്ഷ്മി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനുള്ള നമുക്ക് വഴി ഉണ്ടാകണം. അപ്പം നമ്മൾ ഒരാളെ ഊർജം ഉയരുമ്പോഴാണ് ലക്ഷ്മി വരിക. അപ്പം അപ്പോഴാണ് എന്താ വൃത്തിയും ശുദ്ധിയുള്ളിടത്താണ് ലക്ഷ്മി വരിക എന്നാ പറയുക. അപ്പം ആ ഒരു ഇത് വരുമ്പോൾ ആ വീട്ടിലെന്താ സമൃദ്ധി വരും. പിന്നെ പറയുന്ന ഫാമിലി, കുടുംബം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. അപ്പോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, കുട്ടികളായി, അപ്പോൾ അതൊരു അവസ്ഥയാണത്. അപ്പോൾ ഇഷ്ടപ്പെടണം. ഇതിപ്പോൾ വീട്ടിൽ പോയാൽ വെറും ബ്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അപ്പോൾ എന്താവും, ഭർത്താവ് നേരത്തെ ഒന്നും വീട്ടിലെത്തൂല, ബാക്കി എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചുറ്റിക്കറങ്ങും അല്ല പറയണത്. അപ്പം ഇത് ഒരു സമൃദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ അതായത് എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിലെത്തിയ സ്വസ്ഥത ഉണ്ടാകുക, സമൃദ്ധി ഉണ്ടെങ്കിലേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പോൾ സമൃദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒരു ഭാഗ്യം കേട്ടോ. അപ്പം ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഇല്ല. വാസ്തുവിൽ പ്രശ്നമുണ്ടോ, ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും, ഓരോരോ നേരമായിരിക്കും, ഓരോ രീതിയായിരിക്കും. ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 പേഴ്സണാലിറ്റി ആയിരിക്കും. 100% ഒരാളെ പോലെ വേറെ ഒരാളില്ല. പക്ഷെ എന്നിരുന്നാൽ ഈ 4 ആളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമ്മളൊരു കുടുംബാകുക. യെസ്. അപ്പം ഇത് വരണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ബാലൻസിങ്ങിൽ വരണം. അപ്പോഴാണ് ആ ഒരു സമൃദ്ധി ഉണ്ടാകുക. പിന്നെ പറയാം സമൂഹത്തിൽ ഒരു നിലയും വില, ഇതാണ് 4ാമത്തെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വരുമ്പോഴത്തേക്ക് അവൻ വരുന്നുണ്ട് കേട്ടോ, മാറി പോയി, ആ ഒരു ഇത് ഉണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ പേരുദോഷം, കുറേ പ്രശ്നങ്ങൾ, കുറേ നെഗറ്റിവിറ്റി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ അതിന് വീട് കാരണമാണെന്ന് മാത്രമല്ല, വീട്ടിലുള്ള ചില സാധനങ്ങളും കാരണം. നേരത്തെ അങ്ങ് പറഞ്ഞ മാതിരി തന്നെ ചില സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായാലും ഇത് വരും. പിന്നെ വീട്ടിനുണ്ട് എന്താ പറയുക, വഴി, ഗേറ്റ്, ഇതൊക്കെ ഇന്ന സ്ഥാനത്ത് ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ഇത് വരും. ഇപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് വരുന്നത്, എൻ്റെ ഭാഷ പറഞ്ഞാൽ വാസ്തുവിലുള്ള പ്രോബ്ലം ആണെന്നാണ് പറയുക. പക്ഷെ എല്ലാവരും പറയുക അതെന്താണെന്ന്, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള മാറ്റം തന്നെ മദ്യപാനമൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ പാടം ഉപേക്ഷിച്ച ആളുകളൊക്കെ ഉണ്ട്. കാരണം ഈ സൗത്ത് എന്ന് പറയുന്നത് യമൻ കൂടിക്കഴിഞ്ഞാലാണ് ഈ ഇതൊക്കെ. ഈവൻ നമ്മളെ കേരളത്തിലെ തറവാടുകൾ എത്ര കണക്കൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ശക്തമായ ഭാഷ പറഞ്ഞാൽ മുടിഞ്ഞു പോകാൻ എന്താ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മിതിയിലുള്ള കുഴപ്പമില്ല, അതിൻ്റെ പ്ലേസ്മെൻറ്റിലുള്ള വാസ്തുവിലുള്ള പ്രശ്നമാണ്. അതായത് പണ്ട് കാലത്ത് നമ്മളവിടെ എന്താണ് മരണാനന്തര ക്രിയകൾക്ക് എന്ന് പറഞ്ഞിട്ട് തെക്ക് വശം കുറേ തുറന്നിടും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ സൗത്ത് കൂടിയത് കാരണം വടക്കിനെയാണ് കുബേരൻ എന്ന് പറയുക. അപ്പോൾ കുബേരൻ എന്തായി, കുറഞ്ഞു. അതായത് ഒരു വലിയൊരു ഇല്ലം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് കുറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗത്താണ് കൂടുതൽ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഏട്ടനും അനിയനും തമ്മിൽ പ്രശ്നമാവും, തമ്മിലിതാ. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇത് വാസ്തുവാണത്. അപ്പോൾ കറക്റ്റായിട്ടൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞോ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മാറിക്കിട്ടും. അതുമാത്രമല്ല സമൃദ്ധി ഉണ്ടാവും അവിടെ. അപ്പോൾ പറയണത് ഈ നെഗറ്റീവ് ഊർജം എന്ന് പറയുന്നത് 1 വീടിൻ്റെ തന്നെ പ്ലേസ്മെൻ്റ് ആണ്, 2 വീട്ടിലുള്ള ഓരോ സാധനങ്ങളും അതിന് റീസണാണ്. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഫ്ലാറ്റാണ്, എന്താ ചെയ്യാൻ പറ്റുമോ?
ഇല്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഫെങ്ഷുയി എന്ന് പറയും. ഫെങ്ഷുയി എന്ന് പറഞ്ഞാൽ ഫെങ് എന്ന് പറഞ്ഞാൽ വിൻഡ്, ഷുയി മീൻസ് വാട്ടർ. അതായത് വിൻഡ് ആൻഡ് വാട്ടർ എന്ന് പറയുക. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാറ്റ് എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുണ്ടായ. ഷുയി മീൻസ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാലാണ് ധനം, ലിക്വിഡ് ക്യാഷ്. അപ്പോൾ ജീവിക്കാൻ വേണ്ട രണ്ടെണ്ണാണെന്നാണ് ഫെങ്ഷുയിക്കാർ പറയുന്നത്. ഒന്ന് ധനം വേണം, രണ്ട് ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ടാകണം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ഇന്ത്യൻ സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേയും കൂടി പണ്ട് നമ്മൾ ഈ അഥർവം എന്ന് പറയുന്ന മോശം ഭേദമായിട്ടാണ് കണ്ടത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഥർവത്തിൽ പറയുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിക്കാൻ വേണ്ട സാധനമാണ്. ബാക്കിയുള്ളതിലൊക്കെ പറയുന്നത് ഈശ്വര ആരാധന. അപ്പൊ ഈശ്വര ആരാധന അല്ലാത്തതൊക്കെ മോശമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇത് കാരണമാണ് ഇന്ത്യയിലുള്ള സിസ്റ്റങ്ങളൊക്കെ മെറ്റീരിയൽ പ്രോഗ്രസ്സിലേക്ക് അധികം പോകാഞ്ഞത്. അപ്പോൾ അഥർവം മോശമായി. അഥർവവേദത്തിൽ ഉപവേദത്തിലാണ് സ്ഥാപത്യവേദം എന്ന് പറയും. ഇതിലാണ് വാസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് അഥർവവേദത്തിന്റെ ഒരു ഭാഗമാണ്. അഥർവവേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം എന്ന് പറയും. അഥർവവേദത്തിൽ നിന്നാണ് വാസ്തു വന്നത്. അതിൻ്റെ സ്ഥാപത്യവേദം എന്ന് പറയും. സ്ഥാപത്യവേദത്തിലാണ് വാസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഒക്കെ എനിക്ക് തരണം തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഈ പൂജകളൊക്കെ ചെയ്യണമൊക്കെ ഈശ്വരനെ സ്തുതിക്കുന്ന, ഇപ്പോൾ എല്ലാം ചമയെന്ന് പറയും. ചമയെന്ന് പറഞ്ഞാൽ തന്നാലും എന്ന് പറയുന്നത് എല്ലാം. അപ്പം എനിക്ക് വേണം എന്ന് പറയുന്നത് മോശമല്ല. കാരണം ഞാൻ ഈ ഭൂമിയിൽ മോക്ഷം കിട്ടാനാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം. അതെ. അപ്പോൾ മോഹങ്ങൾ ക്ഷയിക്കണോ, നമ്മളെ ബാക്കിയുള്ളതൊക്കെ വേണം, സാമ്പത്തികം വേണം, ഇതൊക്കെ വേണം. അപ്പോൾ അതില്ലാണ്ട് അദ്വൈതമായിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഒരു ഒളിച്ചോട്ടാകരുത്. അതായത് എല്ലാം ഉണ്ടായിട്ട് അതിനെ ആ എല്ലാം ഉണ്ടായിട്ട് അതിൽ മോഹത്തിൽ ക്ഷയിക്കുകയാണെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിയാണ്. പിന്നെ പണ്ടും കാര്യം ഇപ്പോഴും കാര്യം. പണ്ട് സൈക്കിൾ മേൽ ഇരുന്ന് കരഞ്ഞു, ഇന്ന് BMW ഇരുന്ന് കരയുന്നത്. രണ്ടും കരിയലാണ്. പക്ഷേ BMW ഉണ്ടായാലേ ഉള്ളൂ അത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കത് ഉണ്ടാകണം. അല്ല, പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഇത് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അദ്വൈതം പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആധ്യാത്മികമായാൽ കാര്യമില്ല. എന്തും നേടിയെടുക്കാൻ കഴിയുന്നതിനെ മോക്ഷം കിട്ടും അങ്ങനെയില്ല. അത് ഓരോരുത്തർക്കും ഓരോരോ ഫംഗ്ഷനാണ്. കാരണം എല്ലാവരും വാസ്തുക്കാരല്ലല്ലോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വാസ്തുവിൽ വന്നത്? കാരണം എൻ്റെ ഉള്ളിലുള്ള എനർജി ഈ വാസ്തു എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ്. നേരെ മറിച്ച് ഇപ്പം മോഹൻലാലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്യത്തിൽ, അഭിനയത്തിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും മോക്ഷത്തിന് ഓരോ കാരണമാണ്. അപ്പോൾ അങ്ങ് കുറേ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യണ്, പല ആളുകളെ എടുത്ത് ഇതാണ്, പല നോളേജ് ഇതാണ്. അപ്പോൾ ഇത് കാരണം അങ്ങയുടെ കർമ്മം അതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ എല്ലാത്തിൽ നിന്നുള്ള അറിവുകളും ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ഇതൊക്കെ നമ്മളതിന് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും അതിൻ്റെ ബാക്ക് ഓഫ് മൈൻഡ് നമ്മളായിട്ടുള്ളൊരു പേഴ്സണൽ ഗ്രോത്ത് നടക്കും. അതെ, തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ പണ്ടുള്ള ആൾ ഇപ്പോഴുള്ള ആൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഇവിടെ ബാക്ക് മീഡിയയിൽ വരുന്നതിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളതും നോക്കുകയല്ലോ, വളരെ വ്യത്യസ്തമാണ്. ആണ്. അതാണ് നമുക്ക്. അപ്പോൾ ആ കർമ്മങ്ങൾ ഇങ്ങനെ ചേഞ്ചായി ഉയർച്ചയിലേക്ക് വരും. അങ്ങനെ ഓരോ മോഹം ക്ഷയിച്ച് വരുമ്പോൾ എനിക്ക് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അതാണ് ശരിക്കും കണ്ടൻമെന്റ്, സംതൃപ്തി ഉണ്ടാകുക. ഇങ്ങനെ സംതൃപ്തി ഉണ്ടായിട്ട് വരുമ്പോഴാണ് മോഹങ്ങളൊക്കെ ക്ഷയിച്ച് അതിനാണ് മോക്ഷം എന്ന് പറയുക. അല്ലാണ്ട് ചത്തുപോകുന്നതല്ല മോക്ഷം. ഓരോ സെക്കൻഡിലും നമ്മൾ കണ്ടന്റഡ് ആകുക, അതിന് സംതൃപ്തിയാകുക, എന്നിട്ട് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടാകുക. അപ്പോഴാണ് ആ ഒരു ഇത് പറയുക. അപ്പോഴാണ് നമ്മൾ ഇപ്പം ഭഗവാൻ പരമശിവൻ അടക്കം മെഡിറ്റേറ്റ് ചെയ്യുക. എന്ത് കാര്യത്തിനാണ് മൂപ്പർക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? മൂപ്പരാണ് ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് അല്ലേ? എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അതാണ് ഇതുക്കും മേലെ. അപ്പോൾ നമ്മളായ ആക്ഷൻ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഏറ്റവും കൂടുതലും അത്യാവശ്യം വേണ്ടത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ റെമഡികളൊക്കെയാണ്. അപ്പോൾ റെമഡികളുടെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ റെമഡികളുടെ പുറകെ പോകുമ്പോഴാണെങ്കിലും ആവശ്യമുള്ള രീതിയിൽ അതിനെ ഉപകരിക്കാൻ സാർ എന്തായാലും സഹായിക്കും. ഞാൻ അതിലൊന്ന് ആഡ് ചെയ്യാണ് കേട്ടോ. ഞാനൊരു 19 തരത്തിലുള്ള വാസ്തു പഠിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ വാസ്തു ഒന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഈ എന്താ പറയുക, തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് മാത്രമാണ്. അപ്പോൾ അതുകൂടാണ്ട് ഇത്രയും വലിയൊരു ഏരിയ ഇതിനുണ്ട്. അപ്പോൾ ഈ റെമഡി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. സാറിന് ഇപ്പോൾ PhD കിട്ടിയത് ക്ഷേത്രവാസ്തുവിലാണ് ഞാൻ PhD എടുത്തത്. പിന്നെ ഈ കേരള വാസ്തു നല്ലതാണ്. പുതിയ വീടുണ്ടാക്കുമ്പോഴൊക്കെ നല്ലത് തന്നെയാണത്. മോശം എന്നല്ല കേട്ടോ. യൂണിവേഴ്സിലുള്ള ഒരു സയൻസും മോശമല്ല. ചുറ്റളവ് നോക്കണ്ടെന്നല്ല ഞാൻ പറയണത്. അപ്പം ഞാനും ചുറ്റളവൊക്കെ നോക്കിയിട്ട് തന്നെ കുറ്റിയടിച്ച് കൊടുക്കാറുണ്ട്.
പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ഉള്ള സബ്ജക്റ്റും ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ മാത്രം സ്റ്റക്ക് ആകണ്ട, അത് വേണം, അതിൻ്റെ കൂടെ ബാക്കിയുള്ളതിനെയും കൂടി ഉൾപ്പെടുത്തുക. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡ് ആയിരിക്കാം. താങ്ക് യു. നമസ്തേ, താങ്ക് യു.